റിനി, ഈ ഡെവലപ്മെന്റ്സുകൾ അറിയണമെന്ന് പറയുമ്പോൾ റിനി തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളോട് പ്രതിപക്ഷ നേതാവിനോടക്കം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റിനി അത് പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാനത് ഇന്ന ആൾക്കാരെന്ന് പറയുന്നില്ല. ഞാൻ പല ഫോറങ്ങളിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പൊതുമധ്യത്തിൽ വരുമ്പോൾ എന്തുണ്ടാവും എന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ശരി ഇതാണ്, ഒരു പെൺകുട്ടിയെങ്കിലും ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഞാനെങ്കിലും അതിനുവേണ്ടി ഒന്ന് തയ്യാറാകാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. തീർച്ചയായിട്ടും റിനി, അത്തരമൊരു ദുരനുഭവമുണ്ട്. റിനി അത് തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തിനൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് ആളുകൾക്ക് കൂടി ഇത് തുറന്ന് പറഞ്ഞു വരാൻ ധൈര്യം ഉണ്ടാകണമെങ്കിൽ റിനിയുടെ ഭാഗത്ത് കുറച്ചുകൂടെ ഒരു ഇത്രയും ബോൾഡായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് റിനി എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവനെ തള്ളി പറയുന്നില്ല. പക്ഷേ കൃത്യമായി ഒരു വലിയൊരു പുകമറ സൃഷ്ടിക്കാതെ ഒരു പേരിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി ആ ഒരു പരാതിയായിട്ട് തന്നെ, റിനിക്ക് പരാതി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് കൂടെ പറഞ്ഞു. എന്നാലും ഒരുപാട് ആളുകളെ അങ്ങനെ പുകമറയ്ക്കുള്ളിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ റിനി. അല്ല, അതിനകത്ത് എന്താന്ന് വെച്ചാൽ എനിക്ക് താരതമ്യേന കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ അതിനകത്തൊരു വലിയൊരു വിഷയം കാണുന്നില്ല. ഞാനൊരു പൊതുവായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായവർ, ഞാൻ പറയുന്നത് ദയവായി ധൈര്യമായിട്ട് കടന്നു വരിക എന്നുള്ളതാണ്. കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടവർ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തു എന്നുള്ളത് കടന്നു വന്ന് പറയണം എന്നുള്ളതാണ്. അതിന് ഞാനൊരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ വ്യക്തിപരമായ വിഷയമല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിലൊരു വിഷയവുമില്ല. എനിക്കിത് ഇഗ്നോർ ചെയ്യാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പേര് പറയണോ, പേര് പറയണ്ടേ, എപ്പോൾ പറയണം, എങ്ങനെയാണെന്നുള്ളത് അത് ഞാനാണ് തീരുമാനിക്കുന്നത്, ഏത് രീതിയിലാണ് എന്നുള്ളത്. അതെനിക്ക് തീരുമാനിച്ചേ ചെയ്യാൻ പറ്റും. കുറേ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാനത് എപ്പോഴാണോ അതിൻ്റെ സന്ദർഭം എങ്ങനെയാണോ അത് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ റിനി പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കൂടെ കടക്കുമെന്നാണോ റിനി പറയുന്നത്? അത് നമുക്ക് ആലോചിക്കാം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ആലോചിക്കാം എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇൻറ്റൻഷനലി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായ ഒരു സംഭവമല്ല. ഇതൊരു എന്നെ ഇൻ്റർവ്യൂ ചെയ്തു, ഒരു നടി എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്തു. ആ സമയത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അമ്മയിലെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളുടെ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പോയ ഒരു വിഷയമാണ്. അതിന് പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. അത് ഔട്ട് വന്നതിന് ശേഷം ഇതുവരെ എൻ്റെ ചാനലുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കൊന്ന് ചിന്തിക്കണമല്ലോ. ഞാൻ അങ്ങനെ ആലോചിച്ചല്ല ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചിന്തിക്കണം, എനിക്ക് ആലോചിച്ച് പ്രവർത്തിക്കണം. ആ രീതിയിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പല രീതിയിലും ഈ പറയുന്ന പ്രസ്ഥാനത്തോടും ഒക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ആലോചിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കെല്ലാം ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും സൈബറിൽ അങ്ങനെ ടീമിൽ അങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിട്ട് ഇനിയിപ്പം ഞാൻ പേര് പറഞ്ഞതുകൊണ്ട് എന്ത് ഉണ്ടാവും എന്നുള്ളത് അതും കണ്ടറിയേണ്ട വിഷയമല്ലേ. റിനിക്ക് അത്തരം ഭയമുണ്ടോ? റിനി ഒരു പേര് തുറന്നു പറയുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഭയമുണ്ടോ റിനി? അങ്ങനെ ഭയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത് വേണ്ടത് എന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇനി പറഞ്ഞാലും അതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ഇതുപോലെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഈ സെയിം ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇതിപ്പം ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ആളുകളുടെ ഒരു ധൈര്യവും അത് തന്നെയാണ് റിനി. അതായത് തുറന്നു പറയുമ്പോഴും വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുന്നില്ല. കുറച്ചു കാലം അതൊരു വലിയ മാധ്യമ ശ്രദ്ധയിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് അവർ സുഖമായിട്ട് അവരുടെ കരിയറൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആ ഒരു വിശ്വാസം കൂടിയാണ് ഇവർക്ക് വലിയ ബലമാകുന്നത് അല്ലേ? അതാണ് അവർക്ക് ഇത് ഇപ്പം എന്താ വെച്ചാൽ ഒരു 2-3 ദിവസം ഈ വാർത്ത ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങും. പിന്നെയും ആ വ്യക്തി വീണ്ടും ഒരു ഇമേജ് സൃഷ്ടിച്ച് വരാം. അപ്പോൾ ഇതിലൊരു വിശ്വാസം തോന്നാത്തൊരവസ്ഥ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താലും നിയമപരമായിട്ട് പോയാലും എവിടെയാണ് നമുക്ക് നീതി? അത് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല. നമ്മളത് ഏത് പ്രസ്ഥാനത്തിൽ ഏത് സ്ഥലത്തും ആ പ്രശ്നമുണ്ട്. സ്ത്രീകളൊരു വിഷയം പറയുമ്പോൾ അതിന് വലിയൊരു ലാഘവത്തോടെ കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു വിഷയം സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ചു പോയതാണ്. അത് സൈബർ ഇടത്തിൽ വരികയും അത് വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തു എന്നുള്ളൂ. ഞാനിത് ഇൻറ്റൻഷനലി ചെയ്തു. ഇപ്പോൾ ചിലർ പറയുന്നു ഞാൻ ഏതോ പാർട്ടികൾക്ക് വേണ്ടി ഇലക്ഷൻ ആയതുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുവാണ്.
ഒരു സംഭവമില്ല. ഞാൻ സ്ത്രീകളുടെ വിഷയം ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ അത് ടേക്കപ്പ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇലക്ഷന് തോന്നുന്ന ഒരു വിഷയമല്ല. ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്.